അഞ്ചാം തലമുറയിലെ സജീവ സേവന യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും എലൈറ്റ് ഗ്രൂപ്പിൽ ചൈനയുടെ J-20യും ഇടം പിടിച്ചു. ഈ എലൈറ്റ് ഗ്രൂപ്പിലെ മറ്റ് വിമാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യുഎസിന്റെ ലോക്ഹീഡ് മാർട്ടിൻ F-22 റാപ്റ്റർ, F-35 മിന്നൽ 2, അതുപോലെ തന്നെ റഷ്യയുടെ സുഖോയി Su-57 മാത്രമായിരുന്നു. ഇപ്പോൾ ഇത് ആ പട്ടികയിലേക്കാണ് ചൈനയുടെ J-20യും ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് ചൈനയുടെ ഈ J-20 എന്ന് പറയുന്നത് ചെങ്ഡു എയറോസ്പേസ് കോർപ്പറേഷൻ ഫോർ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് വികസിപ്പിച്ചെടുത്ത J-20 ഒരു മൈറ്റി ഡ്രാഗൺ, ചൈനയുടെ നട്ടലുള്ള അഞ്ചാം തലമുറ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ ആണ്. ഇന്ത്യയുടെ അയൽക്കാരനായി മാറിയിരിക്കുന്ന ഈ J-20 അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് ഇന്ത്യക്ക് ഏത് രീതിയിലാണ് തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത്, ഇതിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ ഒരു ഫൈറ്റർ ജെറ്റ് ഇപ്പോൾ ഇന്ത്യക്കുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതൊരു ഇരട്ട എഞ്ചിൻ ജെറ്റ് ആണ്. നിലവിൽ 21.2 മീറ്റർ ആണ് ഇതിന്റെ നീളം. 13.01 മീറ്റർ ചിറകുകളുമുള്ള ഏറ്റവും വലിയ അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണിത്. 2 ഷെൻയാങ് WS-10C ആഫ്റ്റർ ബേണിംഗ് ടർബൻ ഫാൻ എഞ്ചിനുകളാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഓരോന്നും ആഫ്റ്റർ ബേണിംഗ് ഘട്ടത്തിൽ 147 kN വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശത്രു റഡാറിൽ നിന്ന് മറയ്ക്കുന്ന ലോ ഒബ്സർവബിൾ ഡൈവേർട്ട്ലെസ് സൂപ്പർസോണിക് ഇൻലൈറ്റ് ഇൻടേക്കുകളും ഇതിലുണ്ട്. സ്റ്റെൽത്ത് സ്വഭാവം പ്രാഥമിക ഫോക്കൽ പോയിന്റുകളിൽ ഒന്നാണ്. ഈ ജെറ്റ് വിവിധ ദൗത്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമത്രേ. ഡീപ് സ്ട്രൈക്കിലും കൃത്യമായ സ്ട്രൈക്ക് ശേഷിയിലും വൈവിധ്യമാർന്ന ഒരു പ്രബലമായ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ ആയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നൂതന സെൻസറുകൾ ഇലക്ട്രോണിക് യുദ്ധത്തിൽ ശത്രു റഡാറുകളെയും ആശയവിനിമയങ്ങളെയും തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കാം. ഇന്റലിജൻസ് നിരീക്ഷണ ദൗത്യങ്ങൾ, തടസ്സപ്പെടുത്തൽ, ശത്രു ബോംബറുകൾ, ടാങ്കറുകൾ, AWACS എന്നിവ നശിപ്പിക്കുക, ശത്രു താവളങ്ങൾ, കപ്പലുകൾ മുതലായവയിലേക്ക് ദീർഘദൂര ആക്രമണങ്ങൾ നടത്താനും ഇതിന് കഴിയും. ചില പ്രതിരോധ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ J-20ന്റെ ടൈപ്പ് 1475 ഒരു ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ അറേ റഡാർ സംവിധാനമാണ്. ഇത് EOTS അതായത് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ടാർഗറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ A-Star സയൻസ് ആൻഡ് ടെക്നോളജി രൂപകൽപ്പന ചെയ്ത അതിന്റെ ഓൺ ബോർഡ് OETS 86ന് വൈദ്യുതകാന്തിക സിഗ്നലുകൾ പുറപ്പെടുവിക്കാതെ തന്നെ സ്റ്റെൽത്ത് വിമാനങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അതിനെ തടസ്സപ്പെടുത്താനും കഴിയുമത്രേ. ഈ J-20യുടെ പരമാവധി മാക് വേഗത എന്ന് പറയുന്നത് 2.0 ആണ്. 5500 കിലോമീറ്റർ റേഞ്ചും 2 ബാഹ്യ ഇന്ധന ടാങ്കുകളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് 2000 കിലോമീറ്റർ യുദ്ധപരിധിയും 20,000 മീറ്റർ സേവന പരിധിയുമുണ്ട്. ഇതിന് സൂപ്പർ ക്രൂയിസ് ശേഷിയുണ്ടെന്നും പറയപ്പെടുന്നു. പരമാവധി 12,000 കിലോഗ്രാം ഇന്ധനം ഇതിന് ആന്തരികമായി സംഭരിക്കാനാവും. J-20യുടെ വലിപ്പം കൂടുതലായതിനാൽ തന്നെ ആയുധങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇടമുണ്ട്. ഇതിന് പരമാവധി 11,000 കിലോഗ്രാം ആയുധശേഷിയുണ്ട്. കൂടാതെ 6 എയർ ടു എയർ മിസൈലുകൾ വരെ ഇതിന് സ്ഥാപിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചൈനീസ് നിർമ്മിത മിസൈലുകളായ PI-10 അതായത് ഹ്രസ്വദൂര എയർ ടു എയർ മിസൈൽ, PL-12 ഇടത്തരം റേഞ്ച്, PI-15 ലോങ് റേഞ്ച് AM എന്നിവ അതിന്റെ ആന്തരിക ആയുധ ബേകളിൽ സംയോജിപ്പിക്കാൻ കഴിയും. PL-15 ഒരു പ്രധാന ഭീഷണിയുള്ള മിസൈലാണ്. കൂടാതെ വിഷ്വൽ റേഞ്ച്, പരിധിക്കപ്പുറമുള്ള സ്ട്രൈക്ക് ശേഷിയും ഇതിനുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള വിപുലീകൃത റേഞ്ച് PL-21, അതുപോലെ ചൈനയുടെ ഇപ്പോൾ വികസനത്തിലിരിക്കുന്ന സജീവ റഡാർ ഗൈഡഡ് BVR എയർ ടു എയർ മിസൈലും വികസനം അന്തിമമായി കഴിയുമ്പോൾ G-20യിൽ നിന്ന് തൊടുക്കാൻ കഴിയുമത്രേ. അതുപോലെ തന്നെ ഇത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റായ F-35 ലൈറ്റനിങ് സെക്കൻഡിന്റെ റോഡ് മാപ്പാണ് ഇതും പിന്തുടരുന്നത്. ഈ J-20A എന്ന് പറയുന്നത് ഒരു പ്രാഥമിക സീരിയൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും J-20B, J-20S എന്നിവയും ഇതിലുണ്ട്. J-20B ഇപ്പോഴും ഒരു പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലാണ്. മികച്ച കോക്പിറ്റ് സെൻസർ സ്യൂട്ട്, സാങ്കേതിക വിദ്യകൾ, പരിഷ്കരിച്ച എഞ്ചിനുകൾ, ത്രസ്റ്റ് വെക്ടറിംഗ് ശേഷി, മെച്ചപ്പെട്ട സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നിവ ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലെ മൂന്നാമത്തെ വേരിയന്റ് ആയ J-20S എന്ന് പറയുന്നത് ഒരു ഇരട്ട സീറ്റ് വേരിയന്റ് ആണ്. അത് കൂടുതൽ വൈവിധ്യമാർന്ന മിഷൻ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തുന്നതിനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഓപ്പറേറ്റർ ലേഔട്ട്, വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ്, നിയന്ത്രണ ദൗത്യങ്ങൾ, യുദ്ധസ്ഥല നിരീക്ഷണം, ഓൺബോർഡ് മിനിയേച്ചർ ഡ്രോണുകളുടെ മികച്ച നിയന്ത്രണം എന്നിവ നിർവഹിക്കുന്നതിന് J-20CA സഹായിക്കും. ഇത്രയധികം സവിശേഷതകളുള്ള ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് പല പ്രതിരോധ വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ ചൈനയിലെ അമേരിക്കയുടെയും റഷ്യയുടെയും ഫൈറ്റർ ജെറ്റിനെ മോഷ്ടിച്ചതായി, അവരുടെ ഡിസൈൻ മോഷ്ടിച്ചതായിട്ടാണ് പറയുന്നത്. ചൈനയിലെ അമേരിക്കയുടെ F-22, F-35 എന്നിവയുടെ ഡിസൈൻ മോഷ്ടിച്ചതായിട്ടാണ് പറയുന്നത്. J-20 പരസ്യമായി വെളിപ്പെടുത്തിയ ഉടൻ തന്നെ ചില റഷ്യക്കാർ പോലും
തങ്ങളുടെ റദ്ദാക്കിയ മിഗ് 1.44 പ്രോട്ടോടൈപ്പിലും സുഖോയി Su-47 ഫോർവേഡ് സ്വീപ്പ് വിംഗ് വിമാനത്തിൽ നിന്നുള്ള അണ്ടർബെല്ലി ഡിസൈനിലും അതുല്യമായ സാമ്യമുണ്ടെന്ന് ആരോപിച്ചു. ചൈന പലപ്പോഴായിട്ടും സൈബർ ലംഘനങ്ങളും ക്ലാസിഫൈഡ് സൈനിക മോഷണവും നടത്തുന്നതായിട്ടും പലതവണ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ചൈനയുടെ ഒരു പൊതു സ്വഭാവവുമാണ്. US-ലെ പല വിദഗ്ധർ പോലും ഇത് ഒരു പകർത്ത് ഡിസൈൻ ആണെന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് EOTS-ഉം അനുബന്ധ സെൻസർ സ്യൂട്ടുകളും ഉൾപ്പെടെയുള്ള J-20 ചില ഓൺബോർഡ് സാങ്കേതിക വിദ്യകൾ അമേരിക്കയുടെ F-35 ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. അതുപോലെ തന്നെ J-20 പല പ്രൊഡക്ഷൻ യൂണിറ്റുകളും 145KN ലയുൽഖ സാറ്റൺ AL-31 എഞ്ചിനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചൈന റഷ്യയെ ആശ്രയിച്ചിരുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ചൈനയുടെ G-20 എഞ്ചിനുകൾ പോലും ഒരു 5ാം തലമുറ പോരാളികൾക്കുള്ളതുപോലെ ഉയർന്ന നിലവാരമുള്ളവയല്ല എന്നാണ് പറയുന്നത്. കുറഞ്ഞ വിശ്വാസ്യതയും ദുർബലമായ എഞ്ചിൻ പ്രശ്നങ്ങളും ചൈനീസ് സൈന്യത്തിനെന്നാൽ എല്ലായ്പ്പോഴും ഒരു പ്രശ്നവുമാണ്. ചൈന നട്ടലുള്ള 5ാം തലമുറ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന J-20 മൈറ്റി ഡ്രാഗൺ ഇന്ത്യക്കൊരു തലവേദന സൃഷ്ടിക്കുമോ? ഇതിന് ഇന്ത്യക്കുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതിന്റെ സജീവമായ പ്രവർത്തന യൂണിറ്റുകളുടെ എണ്ണമാണ്. ഇന്ത്യയെക്കാൾ ചൈനയ്ക്കുള്ള ബോധ്യപ്പെടുത്തുന്ന നേട്ടവും ഏറ്റവും വലിയ ആശങ്കയും ഇതാണ്. J-20 അതിവേഗം വളരുന്ന എണ്ണത്തിൽ സേവനത്തിൽ പ്രവേശിച്ചു. 2009 ഉൽപാദനം ആരംഭിച്ചതു മുതൽ ചൈനയിൽ 200-ലധികം പ്രവർത്തനക്ഷമമായ മൈറ്റി ഡ്രാഗണുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ AMCA 2030 മുമ്പ് പൂർണ്ണതോതിലുള്ള സജീവമായ സേവന വിന്യാസം ആരംഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇന്ത്യ ഇപ്പോഴും ഈ രീതിയിൽ പൂജ്യത്തിലാണ്. പ്രാരംഭ നമ്പറുകളിലെ ഈ കേവല നേട്ടമാണ് 5ാം തലമുറ പോരാളികളുടെ ശേഖരം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണിയാക്കുന്നത്. എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലാണ് സുഖോയി Su-30 MKI. ഫയർ പവറിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും മാരകമായ 2 യുദ്ധ വിമാനങ്ങളാണ് സുഖോ-30 MKI-യും ഡസാൾട്ട് റഫേലും. ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും ഉയർന്ന 4.5+ തലമുറ വിമാനങ്ങളാണ് ഇവ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ഈ 5ാം തലമുറ പോരാളികളുടെ എണ്ണവും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 4ാം തലമുറയിലെ പോരാളികളുടെ അക്കങ്ങളുടെ എണ്ണവും തമ്മിൽ തുല്യമാണ്. അതായത് ഇന്ത്യക്ക് ഇപ്പോൾ 260 സുഖോയ് Su-30 MKI-കളും 36 റഫേലുകളുമുണ്ട്. അതേപോലെ തന്നെ തുല്യമായ രീതിയിൽ ചൈനയ്ക്ക് J-16-ഉം J-11-ഉം ഉണ്ട്. ഈ അക്കങ്ങളുടെ മൂല്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ എപ്പോഴും താന്നു തന്നെ നിൽക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയുടെ F-22, F-35 എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച 5ാം തലമുറ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് എന്ന് ചൈന സ്വയം പ്രസംഗിക്കുമ്പോഴും മികച്ച സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഈ J-20 ഇല്ല. ചൈനീസ് സൈനിക പദ്ധതികൾ എല്ലായ്പ്പോഴും പൂർണ്ണമായി തരം തിരിച്ചിരിക്കുന്നത് പോലെ തന്നെ അവരുടെ വിശ്വാസ്യതയിലും വിവരങ്ങളുടെ ആധികാരികതയിലും അവരുടെ പിടി വഴുതിപ്പോയ ചരിത്രവുമുണ്ട്. സ്റ്റെൽത്ത് സിഗ്നേച്ചർ മിനിമൈസേഷനിൽ J-20 എത്രത്തോളം പുരോഗമിച്ചാലും S-400 ഉൾപ്പെടെയുള്ള ഭൂതല വിമാന മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യക്കുള്ളത് കൊണ്ട് തന്നെ ചൈനയുടെ ഈ J-20 മുന്നേറുകയില്ല. ചൈനയുടെ ഈ J-20 ഒരു നല്ല ദീർഘദൂര യുദ്ധ വിമാനമാണ്. മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ കൃത്യമായി നശിപ്പിക്കുന്നതിൽ ഇത് നേട്ടമുണ്ടാക്കിയിട്ടുമുണ്ട്. രൂപകൽപ്പനയിൽ നിന്ന് നോക്കുമ്പോൾ J-20 ഹ്രസ്വദൂര പോരാട്ടത്തിന് വേണ്ടിയുള്ളതല്ല എന്ന് വ്യക്തമാണ്. ഇന്ത്യൻ ജെറ്റുകൾ 4000 കിലോമീറ്ററിൽ താഴെ വീഴുന്നതിനാൽ അതിന്റെ 5500 കിലോമീറ്റർ ദൂരപരിധി മികച്ചതാണെന്നാണ് തെളിയിക്കുന്നത്. ഇത് ഇന്ത്യൻ എതിരാളികളെ അപേക്ഷിച്ച് യുദ്ധശ്രേണിയിലും സേവന പരിധിയിലും മുന്നിലാണ്. കൂടാതെ വ്യോമ ബഹിരാകാശ ആധിപത്യത്തിൽ ഇത് നേട്ടമുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 12000 കിലോഗ്രാം ഇന്ധനശേഷി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതൊരു ജെറ്റിനും ഇത്രയധികം വലിപ്പവും ശേഷിയുമില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ J-20 ആയുധ ശേഖരം വിവിധ ശ്രേണികളിലുള്ള എയർ മിസൈലുകളെ ചുറ്റിപ്പറ്റിയാണ്. ഇതിന് 100 കിലോഗ്രാം ചെറിയ വ്യാസമുള്ള പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളും ചെറിയ പേലോഡുകളും മാത്രമേ വഹിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഘടകങ്ങളെല്ലാം കൂട്ടിക്കണക്കിലെടുത്താൽ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ആക്രമണം നടത്താൻ ചൈനയ്ക്ക് J-20 ഇതുവരെ കാര്യമായ പ്രയോജനം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചൈനയുടെ J-20-ൽ നല്ലൊരു ത്രസ്റ്റ് വെക്ടറിംഗ് ശേഷിയും ഇല്ല. നിലവിലുള്ള വൻതോതിലുള്ള ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന J-20A-യിൽ ഈ സവിശേഷത ഇല്ല എങ്കിലും സമീപഭാവിയിൽ J-20B-യിൽ ഇതുണ്ടായിരിക്കുമെന്നാണ് ചൈന അവകാശപ്പെടുത്തുന്നത്. ത്രസ്റ്റ് വെക്ടറിംഗ് വളരെ നിർണായകമായ ഒരു സ്വഭാവമാണ്. ഇത് വളരെ കുറച്ച് ജെറ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ സുഖോ-30 MKI-ക്ക് ഈ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സുഖോ-30 MKI-യുടെ കൂടെ ചൈനയുടെ ഈ J-20 വിന്യസിച്ചാൽ വളരെയധികം അപകടമായി. ചൈന സ്വയം വിശേഷിപ്പിക്കുന്ന ചൈനയുടെ 5ാം തലമുറ സൂപ്പർ ജെറ്റിന്റെ രഹസ്യ സ്വഭാവത്തിലും സംശയങ്ങളുണ്ട്. അതായത് 2018-ൽ
ടിബറ്റിന് മുകളിലൂടെ പറക്കുന്നതിനിടെ J-20 ജെറ്റിനെ സുഖോയ് 30 MKI റഡാർ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ ചൈനയുടെ J-20 ഒരിക്കലും ഒരു 5ാം തലമുറ യുദ്ധ വിമാനം എന്ന രീതിയിൽ പരിഗണിക്കാൻ കഴിയുകയില്ല. എന്നാൽ ചൈന J-20 ഒരു 5ാം തലമുറ യുദ്ധ വിമാനമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ 4.5 തലമുറ യുദ്ധ വിമാനമായ സുഖോയ് 30 MKIയുടെ മുന്നിൽ ചൈനയുടെ ഈ 5ാം തലമുറ യുദ്ധ വിമാനം താഴ്ന്നു തന്നെ നിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.